ഇത് പഴയ ഇന്ത്യയല്ല, പുതിയ ഇന്ത്യയാണ്. ശത്രു എവിടെ ഒളിച്ചിരുന്നാലും അവിടെ ചെന്നടിക്കും. പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇതാദ്യമായിട്ടാണ് അദ്ദേഹം ഇത്ര ഉറച്ച ശബ്ദത്തിൽ ഇത്ര സുവ്യക്തമായി ഈ കാര്യം അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, അത് അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ 75ാം പിറന്നാൾ ദിനത്തിലാണ് എന്നും കൂടി നമ്മൾ ഓർക്കണം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തിന് നൽകിയിരിക്കുന്ന സന്ദേശം എന്താണ്? ആ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ എന്തൊക്കെയോ നമുക്ക് ഒരു ദുരൂഹത പോലെ, അല്ലെങ്കിൽ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു ആകാംക്ഷ ഉണ്ടാകുന്നുണ്ട്. എന്താണ് സാർ അങ്ങേക്ക് തോന്നുന്നത്? ഒരു ദുരൂഹതയില്ലല്ലോ, അതിലൊരു ദുരൂഹതയില്ല. വളരെ വ്യക്തമാണ്. അദ്ദേഹം സാധാരണഗതിയിൽ എല്ലാവരും നടക്കാത്ത കാര്യങ്ങൾ, ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ഹൈഡ്രജൻ ബോംബ്, ആറ്റം ബോംബ് പൊട്ടിക്കും എന്നൊക്കെ പറയുന്നു. ഒരു പൊട്ടലും ഉണ്ടാവില്ല, ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കും, അത് അങ്ങനെയല്ല എന്ന് നമുക്കറിയാവുന്നത് പോലെ. അങ്ങനെയല്ല ഇദ്ദേഹം. ഇത് സാധാരണഗതിയിൽ പറയുന്ന കാര്യങ്ങൾ ചിലർ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളാണ് മോദി. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയെ ഇത്രയും വലിയ 3ാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ള ബൃഹത്തായിട്ടുള്ള ഭഗീരഥ യത്നം അദ്ദേഹം ചെയ്തു. ആരും വിചാരിച്ചതല്ല അങ്ങനെ എത്തുമെന്ന്. ഇന്ത്യ അങ്ങനെ എത്തുമെന്ന്, അടുത്ത കാലത്ത് അങ്ങ് എത്തുമെന്ന് ആരും വിചാരിച്ച കാര്യമല്ല. അപ്പോൾ അദ്ദേഹം നടപ്പാക്കിയ കാര്യങ്ങൾ തന്നെ പറഞ്ഞ വാക്കിന് വിലയുണ്ട്. തുടം പോലെ തൂക്കിയെടുത്ത വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിൻവാക്ക് തന്നെയല്ല, ഇതിപ്പോൾ മധ്യപ്രദേശിലെ ധാറിൽ അദ്ദേഹം 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശ് സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടി ധാറിൽ നടന്നു. ഔദ്യോഗിക പരിപാടി, ടെക്സ്റ്റൈൽ പാർക്കാണത്. ആ ടെക്സ്റ്റൈൽ പാർക്കിന് ആണ് അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചത്. അവിടെ 3000 പേർക്കാണ് അവിടെ പ്രത്യക്ഷമായിട്ട് തന്നെ തൊഴിൽ കിട്ടുന്നത്. ടെക്സ്റ്റൈൽ വ്യവസായം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു കാലത്ത് പുഷ്ടി പ്രാപിച്ചിരുന്ന ഒന്നാണ്. ധാക്ക, മസ്ലിൻ പോലുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ കയറ്റി അയച്ചിരുന്നു. ഏറ്റവും നേർത്ത പട്ടുകൊണ്ടുണ്ടാക്കിയത് പട്ടുവസ്ത്രങ്ങൾ. അപ്പോൾ അതൊക്കെ വലിയ ഡിമാൻഡായിട്ട്. റഷ്യ മാത്രമല്ല, യൂറോപ്പ് മുഴുവൻ വലിയ ഡിമാൻഡ്. രാജാക്കന്മാർ, അവിടുത്തെ ഭരണാധികാരികളൊക്കെ ഉപയോഗിച്ചിരുന്നത് അത്തരം വസ്ത്രങ്ങളായിരുന്നു, നമുക്കറിയാം. പക്ഷെ പിൽക്കാലത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇവിടെ നിന്നുള്ള പഞ്ഞി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് മാഞ്ചസ്റ്ററിലെ തറി മില്ലുകളിൽ അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് വിദേശ വസ്ത്രങ്ങളായിട്ട് ഇന്ത്യയിൽ കൊടുത്തു. നെഹ്റുവും കുടുംബവും ഒക്കെ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് മഹാത്മാഗാന്ധി വിദേശ വസ്ത്ര ബഹിഷ്കരണമൊക്കെ കൊണ്ടുവന്ന് നമുക്കറിയാം. അപ്പോൾ പ്രതീകാത്മകമായിട്ട് ഉപ്പ് സത്യാഗ്രഹം പോലെ ഒന്നാണ് ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ഈ അമേരിക്ക 50% ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്ന ആ സമയത്തും ഇന്ത്യയിലെ വസ്ത്രങ്ങൾ ഇപ്പോൾ കൂടുതലും പോകുന്ന അമേരിക്കയിലേക്കാണ്. എന്നിട്ടും ആ കാലത്തും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മധ്യപ്രദേശിലെ ധാറിൽ തന്നെ വലിയൊരു ടെക്സ്റ്റൈൽ പാർക്കിൻ്റെ ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, അവിടെ വെച്ച് തന്നെ പറഞ്ഞു, സ്വദേശി വസ്ത്രങ്ങൾ ഉപയോഗിക്കണം. മഹാത്മാഗാന്ധിക്ക് ശേഷം ആ മുദ്രാവാക്യം ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യൻ. ശുചിത്വ ഭാരതം എന്നുള്ള മുദ്രാവാക്യം മഹാത്മാഗാന്ധിയെ പിന്നാരും ഏറ്റെടുത്തിട്ടില്ല. നെഹ്റുവിനൊക്കെ സ്വന്തം ശുചിത്വത്തിൽ മാത്രമേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇദ്ദേഹം ഇന്ത്യയുടെ ശുചിത്വത്തിലാണ് വിശ്വസിച്ചത്. അത് നടപ്പാക്കുകയും ചെയ്തു. വെളിയിട വിസർജനം എന്ന് പറയുന്ന പാടെ ഇല്ലാതാക്കി. നടത്തിയില്ലേ മോദി? വേറെ ആർക്ക് കഴിഞ്ഞു? കഴിയില്ല എന്ന് വിചാരിച്ച് കഴിയാതിരുന്നു. ഗരീബി ഹഠാവോ ഇന്ദിരാഗാന്ധി പറഞ്ഞു, മോദി നടപ്പാക്കി. അതല്ലേ അതിൻ്റെ സത്യം. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു പുസ്തകം പോലെ ആയിപ്പോവും. അതുകൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്. എവിടെ ആയാലും എവിടെ, അമേരിക്കയെങ്കിൽ അമേരിക്ക, കാനഡയെങ്കിൽ കാനഡ, പാകിസ്ഥാനെങ്കിൽ പാകിസ്ഥാൻ, സൗദി അറേബ്യയെങ്കിൽ സൗദി അറേബ്യ, ഖത്തറെങ്കിൽ ഖത്തർ. ഇവിടെ ഇരുന്ന് ആക്രമണം നടത്തിയിട്ട് അവിടെ പോയി ഒളിച്ചിരുന്നാൽ പിറകെ തേടിയെത്തും ഇന്ത്യയുടെ മിസൈൽ. ഇല്ലെന്ന് അത് തന്നെയാണ് പാകിസ്ഥാനിൽ നടന്നത്. കഴിഞ്ഞ ദിവസം അതൊരു വേദന, ഒരു വിലാപമായിട്ട് സമ്മതിക്കപ്പെടുകയുണ്ടായി. അതായത് മസൂദ് ഇല്യാസ് കാശ്മീരി എന്ന് പറയുന്ന ആൾ കരഞ്ഞുകൊണ്ട്, ഒരു കയ്യിൽ തോക്കും കണ്ണിൽ കണ്ണീരുമായിട്ടാണ് നിന്ന് പറഞ്ഞത്, ഞങ്ങളുടെ മസൂദ് അസറിൻ്റെ കുടുംബത്തെ, മസൂദ് അസർ കശ്മീരി എന്നാണ് അവർ വിളിക്കുന്നത്. കാശ്മീരിന്മേലുള്ള അവകാശവാദം പേരിലെങ്കിലും ഉണ്ട്. മൗലാന മസൂദ് അസർ കശ്മീരി എന്ന് ഇട്ടിരിക്കുകയാണ്. കശ്മീരിൻ്റെ പേരിലൊരു പിടുത്തം വീഴാൻ വേണ്ടി. ഇനി ആ പേരിൽ മാത്രമേ കാണൂ, അത് ജന്മത്തിന് തൊടാൻ പറ്റില്ല കാശ്മീരിനെ. അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിലെ ഛിന്ന ഭിന്നമായി എന്നാണ് ഇയാൾ കിടന്ന് വിലപിക്കുന്നത്. അതെ, ഇത് മസൂദ് ഇല്യാസ് കാശ്മീരി, മറ്റേത് മസൂദ് അസർ കാശ്മീരി. എല്ലാം കാശ്മീരികളാണ്. കാശ്മീരിനോട് എന്തൊരു സ്നേഹമാണെന്നറിയാം. അതുകൊണ്ടാണ് അവരെ കൊല്ലുന്നത്. അപ്പോൾ ഇത്ര മാത്രം ഒരു തകർച്ചയിലൊരു കൊടും ഭീകരൻ കരയുന്നത് ഇതാദ്യമായിട്ടാണ്. അവൻ്റെ കണ്ണിൽ നിന്ന് ചോരയാണ് ചാടിയത്. അതിന് കാരണം മോദിയാണ്. അതിൻ്റെ കാരണഭൂതനാണ് മോദി എന്ന് വിചാരിച്ചാൽ അതിൻ്റെ അഹങ്കാരവും ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇന്ത്യക്കാരനെ കൊന്നാൽ, തന്നെ കൊന്നാൽ എന്നല്ല പറയും, ഇന്ത്യക്കാരനെ കൊന്നാൽ അവൻ ഭൂമിയിൽ ഏതു സ്ഥലത്ത് പോയി ഒളിച്ചിരുന്നാലും അവനെ തേടിയെത്തും ഇന്ത്യയുടെ മിസൈൽ എന്നാണ് പറയുന്നത്. സർ, ഇത് പാകിസ്ഥാന് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഈ ഭീകരരെ മാത്രം ഉദ്ദേശിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് മറ്റ് പലർക്കുമുള്ള ഒരു മുന്നറിയിപ്പായിട്ട് കരുതിക്കൂടെ? ഉദാഹരണത്തിന്
ചൈനയ്ക്കും അമേരിക്കയ്ക്കും കാനഡയിൽ ഒളിച്ചു കഴിയുന്ന ഈ ഖാലിസ്ഥാൻവാദികൾക്കും ഒക്കെ കൃത്യമായൊരു മുന്നറിയിപ്പല്ലേ? അപ്പുറത്ത് ബംഗ്ലാദേശിന് ഇതൊരു മുന്നറിയിപ്പല്ലേ? ഈ പറഞ്ഞതുപോലെ ശ്രീലങ്കയിലെ LTTIക്ക് ഇതൊരു മുന്നറിയിപ്പല്ലേ? അല്ല, ഞാൻ പറഞ്ഞുതരാം. വലിയ വ്യത്യാസമുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇത് ലോകത്തെല്ലാം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അത്ര ഭീകരമല്ല മറ്റു രാജ്യങ്ങളുടെ അവസ്ഥ. ഇപ്പോൾ ശരിയാണ്, നൈജീരിയയിൽ ബോക്കോ ഹറാം ഉണ്ട്. അത് ഇന്ത്യക്കെതിരായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ ഹമാസ് പ്രത്യക്ഷമായിട്ട് ഇന്ത്യക്കെതിരെ അവരൊരു ഭീഷണിയൊന്നും ഉണ്ടാക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ അൽ-ഖ്വയ്ദ, ഇവിടെ ഹമാസിന് ചില ഭക്തന്മാരൊക്കെ ഉണ്ട്. അത് അവിടെ ഇരുന്നോട്ടെ. അത് ഹമാസിന് അറിയില്ല ഇവിടെ ഇങ്ങനെ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പോലും അവർക്കറിയില്ല. ഇവരിവിടെ കിടന്ന് ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. അവർ സ്വയം ഒരു അറബ് രാഷ്ട്രമായിട്ട് കരുതിയിട്ടുണ്ട് ചിലരെങ്കിലും. അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു മാനസിക നിലയാണ്. അതവരുടെ സഹതപിക്കേ നിവർത്തിയുള്ളൂ. ഇതങ്ങനെയല്ല. ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് കയറ്റി അയക്കുക. ഇതിനുവേണ്ടി ഭീകരത ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഫാക്ടറികളുണ്ട്. അതാണല്ലോ സമ്മതിച്ചത്. ബഹവൽപൂരിലെ ഞങ്ങളുടെ താവളം പരസ്യമായിട്ട് സമ്മതിക്കുകയല്ലേ, ഞങ്ങൾ പരിശീലനം നേടിയിരുന്ന സ്ഥാപനം. 9 കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. 11 കേന്ദ്രങ്ങൾ തകർത്തു. നമ്മൾ 11 കേന്ദ്രങ്ങളാണ് തകർത്തത്. പാകിസ്ഥാൻ ഇതുവരെ ഡെനിയൽ മോഡിലായിരുന്നു. എന്താ പറഞ്ഞത്? ഞങ്ങൾ ആർക്കും പരിശീലനം കൊടുക്കുന്നില്ല. അപ്പോൾ ഇയാൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞില്ല. സത്യം കരഞ്ഞുകൊണ്ടല്ലേ പറഞ്ഞത്? ഞങ്ങൾ പരിശീലനം നേടിയിരുന്ന സ്ഥലത്ത് വെച്ച് നശിപ്പിച്ച് കളഞ്ഞു മുഴുവനും എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ചുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് ചങ്ക് പൊട്ടുമാറാണ് വിലപിക്കുന്നത്. മസൂദ് അസറിന്റെ പെങ്ങന്മാര്, അമ്മ, സഹോദരന്മാര്, ബാക്കിയൊന്നും മിച്ചമായിട്ടില്ല. അതുപോലെ ഏതാണ്ട് എല്ലാവരും പോയി. അതുപോലെ ചെയ്ത് കളഞ്ഞു എന്നുള്ളത് തുറന്നു സമ്മതിച്ചു. ഈ രാഹുൽ ഗാന്ധിക്ക് ഇനി ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധിക്ക് ഇനി അത് ബോധ്യമായോ എന്ന് എനിക്കറിയില്ല. അതിനുവേണ്ടി നമുക്ക് വലിയ തരത്തിലുള്ള ഒരു അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ടൊന്ന് പതിയാൻ വേണ്ടി വലിയ ഒരു വിദ്യാഭ്യാസം അദ്ദേഹത്തിന് വേണ്ടി വരും. അതിൻ്റെ ഒരു കുറവ് നല്ല പോലുള്ളൊരു പയ്യനാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിഷയം അതല്ല. താങ്കൾ ചോദിച്ചു കാനഡയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭീകരവാദികളുണ്ട്, സിഖ് ഭീകരവാദികൾ. അവരെ സഹായിക്കുന്നവരാ? ഖാലിസ്ഥാൻ ഭീകരവാദികളെ സഹായിക്കുന്നവരാ? അവർക്കും അല്ലല്ല, അമേരിക്കയല്ല, പാകിസ്ഥാനാണ്. അതിന്റെ മെയിൻ ബ്രെയിൻ എന്ന് പറയുന്ന പാകിസ്ഥാനാണ്. ബംഗ്ലാദേശികളെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാ? അവിടെ അട്ടിമറിച്ചത് പാകിസ്ഥാനാണ്. അങ്ങനെ ഓരോ രാജ്യത്തിലും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ഉണ്ട്. പക്ഷെ പാകിസ്ഥാനായാണ് അമേരിക്കക്കാര് ഭീകരർക്ക് പരിശീലനം കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് പാകിസ്ഥാനെയാണ്. ബ്രിട്ടൻ അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞത് പാകിസ്ഥാന്റെ പ്രസിഡന്റ് തന്നെയാണ്. ഞങ്ങൾ ഇവർക്കെല്ലാം പരിശീലനം കൊടുത്തിട്ടുണ്ടെന്ന്. അമേരിക്ക നിഷേധിച്ചില്ല, ബ്രിട്ടൻ നിഷേധിച്ചില്ല. അപ്പോൾ ഇതിന്റെ എപ്പി സെന്റർ എന്ന് പറയുന്നത്, അതായത് പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. അത് തീർന്നു കഴിഞ്ഞാൽ ഈ ഭീകരവാദം അവസാനിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബാധിക്കുന്ന ഭീകരവാദം. ഇവിടെ മോദി പറഞ്ഞതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. നിഷ്ക്രിയമായിട്ടില്ല, ഇരിക്കില്ല, നമ്മൾ പ്രതികരിക്കുമെന്ന്. നോക്കൂ, 175 പേര് മുംബൈയിലെ തെരുവീഥികളിലിട്ട് ഇന്ത്യക്കാരെ കടലിലൂടെ മത്സ്യബന്ധന ബോട്ടിൽ കയറി വന്ന പാകിസ്ഥാൻകാർ കൊന്നപ്പോൾ എന്തായിരുന്നു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രതികരണം? ഒരു ചുക്കും നടന്നില്ല. നമ്മൾ ഡോഷിയർ ആഫ്റ്റർ ഡോഷിയർ പാകിസ്ഥാൻ കൊടുത്തുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെയൊന്നും പരിശീലിപ്പിക്കുന്ന തെളിവില്ലെന്ന്. ഇപ്പം മോദിയുടെ മിസൈൽ അവിടെ ചെന്ന് 11 കേന്ദ്രങ്ങൾ തകർത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ ഓരോ വെളിപാട് വരുന്നത്? അവിടെ പരിശീലനം കിട്ടിയിരുന്നു, തെളിവ് വന്നില്ലേ? പരസ്യമായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് സമ്മതിക്കുന്നത്. അവരുടെ ഒഫീഷ്യലായിട്ടുള്ള സമ്മതം അല്ലെങ്കിൽ തന്നെ ഇത് നിഷേധിച്ചിട്ടുണ്ടോ അവരുടെ ചോദ്യം കൂടി? സമയം കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞോളൂ. വളരെ ഒറ്റ ചോദ്യം. സമീപ ഭാവിയിൽ ഇങ്ങനെയാണെങ്കിൽ POK തിരിച്ചു പിടിക്കുമോ? POK തിരിച്ചു പിടിക്കുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട. കാരണം അത് വളരെ ബൃഹത്തായ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ചൈനയുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാതെ അവിടെ നമുക്ക് സമാധാനം സ്ഥാപിക്കാൻ കഴിയില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യയായിട്ട് തന്ത്രപരമായ കരാർ ഒപ്പിട്ട് വെച്ചിരിക്കുന്ന ഒരു സമയം. നമ്മൾ ആവശ്യമില്ലാതെ കയറിപ്പോട്ടെ, അത് കിട്ടിയിട്ട് നമുക്കിപ്പോൾ എന്തിനാ? ഊഷരമായ ആ ഭൂമി നമുക്ക് എന്ത് ചെയ്യാനാ? കൃഷി ചെയ്യാനോ? ഒന്നുമില്ല. നമ്മൾ അതിനുവേണ്ടി വലിയ വില കൊടുക്കേണ്ടി വരും. ചൈന വരും, ചൈനയും പാകിസ്ഥാനും കൂടെ ഒത്തുകളിക്കും. ഇപ്പോൾ സൗദി അറേബ്യയുമായിട്ട് തന്ത്രപരമായ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. സൗദി അറേബ്യ സാമ്പത്തികമായി സഹായിക്കും പാകിസ്ഥാനെ. അപ്പോൾ ഇപ്പോൾ പട്ടിണി കിടക്കുന്ന ഒരു രാജ്യമായിട്ടുള്ള രാജ്യത്ത് ഇപ്പോൾ ഭീകരവാദം തൽക്കാലം നിലച്ചമട്ടാണ്. പഹൽഗാമിന് ശേഷം ഒരൊറ്റ ഭീകരാക്രമണം നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ആ അന്തരീക്ഷം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. താനേ വന്നോളും. പാകിസ്ഥാൻ തകർന്നു കഴിയുമ്പോൾ ഈ POKയും മുസാഫർപൂരും ഗിൽഗിത്തും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ഇന്ത്യയോട് ചേരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയോട് അതെ, ഏതാണ്? ബലൂചിസ്ഥാൻ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ്. അത് നടന്നോളും, ചരിത്രപരമായിട്ട് അത് നടന്നോളും. കുറച്ച് കാത്തിരിക്കണം ക്ഷമയോടെ. ഇന്ത്യക്കാർക്ക് സഹജമായിട്ടുള്ള ഒരു സംസ്കാരമാണ് ക്ഷമ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അവിടെ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആട്ടയുടെ വില പോലും ഗാസയിലെ എത്രയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ആട്ടയുടെ വില എന്നതുകൊണ്ട് ആ ഒരു സാമ്പത്തിക ശാസ്ത്രം
ഇന്ത്യയെ സഹായിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്, ഒരു പ്രചോദനവും ഇപ്പോൾ ആവും. അതുകൊണ്ട് ഇന്ത്യയോട് തന്നെ ചേരേണ്ടിടത്ത് തന്നെ ചേരുക തന്നെ ചെയ്യും. ആ സൈനികമായ ഒരു ഇടപെടൽ ഇപ്പോൾ ഈ സമയത്ത് അത് നമ്മുടെ ക്ഷമ എന്ന് പറയുന്ന സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള ഒന്നാണ്. എടുത്തിയാടിയുള്ള പ്രവർത്തനം നമ്മുടെ സുരക്ഷയുടെ കാര്യത്തിൽ മാത്രമേ പാടുള്ളൂ. എടുത്തിയാടി പിടിച്ചു ചേർക്കുക, എക്സ്പാൻഷനിസ്റ്റ് പോളിസി എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യമാണ്. ബ്രിട്ടൻ പോലും ഫാക്ലാൻഡ്സ് ദ്വീപ് അവരോട് ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്തിയാടി പ്രവർത്തിച്ചു. പക്ഷേ ഇന്ത്യ അങ്ങനെ ചെയ്യാത്ത ഒരു രാജ്യമാണ്. താനെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരു തുള്ളി രക്തം പോലും ഇല്ലാതെ, രക്തരൂഷിതമല്ലാതെ നമുക്ക് ഈ രാജ്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.